ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും റെഡിയായി സുന്ദരികളും സുശീലകളുമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എവിടേക്കാണ് പോകുന്നത് വെച്ചാൽ ഓണത്തിന് ഡ്രസ്സ് പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും റെഡി ആയിട്ട് മഞ്ഞയൊക്കെ ശരിക്കും മേക്കപ്പ് പോരാൻ പറഞ്ഞിട്ട് ഇവിടെ അത് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് സത്യത്തിൽ. അപ്പോൾ രമ്യ പ്ലെയിൻ കിസ് കൊടുക്കേണ്ടത് ആർക്കാന്നുള്ളത് അറിയില്ല, അത് അവളോട് തന്നെ ചോദിക്കണം. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് കോറി എത്തിയ ഗൈസ്. അപ്പോൾ അവിടെ നല്ല ഭംഗിയായിട്ട് പച്ചപ്പ് നിറഞ്ഞ എൻ്റെ പുതിയ ഫോൺ ആയതുകൊണ്ട് കുറച്ചും കൂടി എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. അതിനുശേഷം എൻ്റെ കുറച്ച് കലാവിരുദ്ധകളും ഞാൻ കാണിച്ചു. അങ്ങനെ മഞ്ഞയും ഞാനും രമ്യയും കൂടി ഫുൾ ഓഫ് കഥ പറച്ചിലായിരുന്നു. അങ്ങനെ കഥ പറഞ്ഞ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ബസ്സിന് സമയമായി. എന്നിട്ട് പോലും ഞങ്ങൾക്ക് അതിൻ്റെ ഒരു എന്താ പറയുക കൃത്യനിഷ്ഠതയില്ലാണ്ട് ഞങ്ങൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ആക്ച്വലി അമ്മയും സുമച്ചേച്ചിയും ബസ് സ്റ്റോപ്പ് ഞങ്ങൾ എന്നിട്ടും എത്തിയില്ല. അതിനുശേഷം ഞങ്ങൾ ഓടിയാണ് വന്നത്. സമയമായെന്ന് പറഞ്ഞ് അതിൻ്റെ ഉള്ളിൽ തന്നെ ബസ് കുതിച്ച് ചാടി എത്തി. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറി. അപ്പോൾ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടി. ഞാൻ ഫുള്ള് വായി നോക്കിയിട്ട് ഓരോ കാര്യങ്ങളും എന്നോട് തന്നെ പറഞ്ഞു. കാരണം എനിക്ക് കൂട്ടിനാരും ഉണ്ടായിരുന്നില്ല, ഇവരെല്ലാവരും ഒരുമിച്ചിരുന്നു, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾ സ്റ്റേഡിയം വന്ന് ഇറങ്ങി. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് ആദ്യം പോയതെന്ന് പറഞ്ഞു വെച്ചാൽ ഗോൾഡ് പർച്ചേസിങ്ങിനായിരുന്നു. അപ്പോൾ രമ്യയുടെ ഒരു സ്കീം ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ മലബാറിൽ. അപ്പോൾ അതിനായിട്ടാണ് ആദ്യം പോയത്. സത്യത്തിൽ പറഞ്ഞു വെച്ചാൽ നല്ല മഴയായിരുന്നു, പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് നല്ല വെയിലായിരുന്നു. അത്യാവശ്യം നല്ല വെയിൽ കൊണ്ട് കരിഞ്ഞ അവസ്ഥയായിരുന്നു. അങ്ങനെ ഞങ്ങൾ മലബാറിൻ്റെ എത്തിയ സമയത്തൊരു എന്തൊക്കെയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ കഥ പറഞ്ഞിട്ട് പോകുമായിരുന്നു. കാരണം ചെറിയൊരു ഗോൾഡ് എടുക്കാൻ 5 പേരാണ് ഞങ്ങൾ പോയത്. പക്ഷേ ആക്ച്വലി ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയതാണ്, അതിൻ്റെ ഗ്യാപ്പിൽ പോയത്. അപ്പോൾ അവിടെ അവരുടെ സ്റ്റാഫുകൾ കോലം, അതായത് പൂക്കളം ഇടുകയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ റിങ്ങാണ് ആക്ച്വലി ആ സ്കീമിന് ഇതായത്. അപ്പോൾ ഞങ്ങൾ അത് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ രമ്യ കുറേ റിങ് എടുത്ത് മാറ്റി ഇട്ടു. അവസാനം അവൾ 2-3 സെലക്ട് ചെയ്തു. എന്നിട്ട് അതിൽ 2 സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാനും മഞ്ഞയും പോസ്റ്റ്. അതിനുശേഷം അവൾക്കൊരു കൊലുസ് കൊടുത്തു. പിന്നെ ഞങ്ങൾ ബില്ലിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ചൂട് കോഫി കൊണ്ടുവന്ന് തന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സത്യം പറയാം. ആ കോഫിക്ക് വേണ്ടി തന്നെ നമ്മൾ അവിടെ പോകാമെന്നുള്ളത് സത്യം പറയാം. അങ്ങനെ ഞങ്ങൾ ബില്ല് കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ ക്യാഷ് കൗണ്ടറിൽ പോയിട്ട് ബില്ലടയ്ക്കാനായിട്ട് നിന്നു. അപ്പോൾ അവർ കുറേ നോക്കിയിട്ട് ഇത് ചെയ്യുമോ അത് ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നുള്ളൊരു പ്ലാനിങ് ചെയ്തു. അതിനുശേഷം ഞാൻ ബിൽ കൗണ്ടറിൽ പോയിട്ട് പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള അടുത്തെത്തി. അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ മഞ്ഞയും രമ്യയും കൂടി ഇവിടെ വീഡിയോ എടുക്കൽ തകർപ്പൻ വീഡിയോസ് എടുക്കലാണ്. പിന്നെ ഞാൻ ഫുള്ള് ക്യാഷ് കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട് അവർ നമുക്ക് ഗോൾഡ് എന്തൊക്കെ എടുത്തതെന്നുള്ളത് കാണിച്ചു തരും. പിന്നെ ഞാൻ ആ പൗച്ച് രമ്യയുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ രമ്യ ഭയങ്കര ഹാപ്പിനെസ്സാണ്. കാരണം അവളുടെ ഒരു പേയ്മെൻ്റ് ഇട്ട് സ്കീം തുടങ്ങിയിട്ട് എടുത്താണ്. അപ്പോൾ അവൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കഥ പറഞ്ഞ് അവിടെ നിന്ന് പുറത്തിറങ്ങി കേസ്. അതിനുശേഷം എസ്കലേറ്ററിൽ കയറാൻ വയ്യാത്ത അമ്മനെയും പിടിച്ച് കയറി. സുമച്ചേച്ചിക്കാണെങ്കിൽ നല്ല പേടിയായിരുന്നു. ഇവരൊക്കെ ശരിക്കും വിട്ടിട്ട് പോയി സുമച്ചേച്ചി. അപ്പോൾ ഞാനും സുമച്ചേച്ചിയും പോയി. പിന്നെ മഞ്ഞയും രമ്യയും എന്താണെന്നറിയില്ല, ഭയങ്കര ചങ്കുകളായിട്ട് അന്നത്തെ ദിവസം. പിന്നെ ഞങ്ങളങ്ങനെ പ്രീതി സിൽക്സിൽ വന്നു. അവിടെ വന്നപ്പോൾ ശരിക്കും പെട്ട അവസ്ഥ എന്ന് പറഞ്ഞു. അത്രമാത്രം തിരക്കെന്ന് പറഞ്ഞാൽ പോരാ, അത്രമാത്രം തിരക്ക്. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് സാരി ഇഷ്ടമില്ല. പിന്നെ നോക്കുക, ഞങ്ങൾ ചുരിദാറിൻ്റെ അത്യാവശ്യം നല്ല നല്ല കളക്ഷൻസ് ഉണ്ടാകും. അപ്പം ഞങ്ങളതിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ളത് എടുത്തു. രമ്യയ്ക്ക് ഈ കളറ് ഭയങ്കര ഇഷ്ടമായപ്പോൾ അവളൊന്നെടുത്തു, സുമചേച്ചിയൊന്നെടുത്തു. അതിനുശേഷം അടുത്ത കടയിൽ പോയി. അവിടെ പോയിട്ട് സാരി എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് അമ്മയ്ക്ക് സാരി എടുക്കാൻ ഞങ്ങൾ ഒരു 7 കടയിലെങ്കിലും കയറിയിട്ടുണ്ടാവും. ആ കടയിലും ഇഷ്ടമായില്ല പറഞ്ഞ് ഇറങ്ങി വന്നു. അടുത്ത കടയിൽ പോയി. അപ്പോൾ ഞങ്ങൾ കുറേ കടയിലൊന്നും ഞങ്ങൾ വീഡിയോസ് എടുത്തില്ല. അപ്പോൾ ഇതായിരുന്നു ലാസ്റ്റ് കട. സത്യത്തിൽ പറഞ്ഞാൽ അവിടെ എനിക്കൊരു ഡ്രസ്സ് ഇഷ്ടമായി, പക്ഷേ അതിൻ്റെ റേറ്റ് കൂടുതലായതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ അതിന് ശേഷം പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ട് അവർ കുറച്ച് കൂപ്പൺ തന്നു. അപ്പോൾ ഞാൻ കടന്ന് മറിഞ്ഞും എല്ലാം കൂപ്പൺ നോക്കി എഴുതും. അതിൻ്റെ ഗിഫ്റ്റാണ് ഈ കാണുന്ന സ്കൂട്ടർ. അതിനുശേഷം വീണ്ടും ഞങ്ങൾ തിരിച്ച് എസ്കലേറ്ററിൽ കൂടെ തന്നെ ഓരോ മുക്കിലും മൂലയിൽ നിന്നിട്ട് എല്ലാവരും ഇറങ്ങി വരുന്നത് അങ്ങോട്ട് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സുമചേച്ചിൻ്റെ അടുത്ത് ഞാൻ കഥ പറയണത്, ചേച്ചി ഇതിങ്ങനെയായാലും ഉണ്ട്. അതിനുശേഷം ഒരു ചെരുപ്പിൻ്റെ ഷോപ്പ് കണ്ടപ്പോൾ അവിടെ പോയി. അവിടുത്തെ ഇഷ്ടമില്ല. പിന്നെ മേഘേഷിന് 2-3 ടീഷർട്ട് എടുക്കാറുണ്ട് ഷോപ്പിലേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ കഥ പറഞ്ഞിട്ട് റോഡിലൂടെ എൻ്റെ ഉണ്ണി പറയണം, മതി നീ വീഡിയോ എടുത്ത് നിന്നൊക്കെ. അപ്പോഴേക്കും അടുത്ത ചെരുപ്പ് കട കണ്ടപ്പോൾ അവൾക്ക് പിന്നെ വേറെ വഴിയില്ലാണ്ട് 2 ജോഡി ചെരുപ്പാണ് കഴിച്ചെടുത്തത്. പിന്നെ അവർ ഞങ്ങളെ വിട്ടിട്ട് പോയി, ഞങ്ങളിടയിൽ വെച്ചിട്ട്. അപ്പോൾ അവർ NMR വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പോണു, അവിടെ ഭയങ്കര തിരക്ക് സത്യത്തിൽ. ഫുഡ് കഴിക്കാണ്ട് വിശന്ന് കണ്ണൊക്കെ വലഞ്ഞു നിന്നപ്പോൾ പിന്നെ വേറെ വഴിയില്ല എന്നുള്ളത്, നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കിയില്ല ആവണം. അങ്ങനെ ഞങ്ങൾ മലബാറിൽ പോയി ഞങ്ങൾക്ക് സീറ്റ് കിട്ടാൻ തന്നെ അത്യാവശ്യം സമയം. ഞങ്ങളങ്ങനെ സീറ്റ് കിട്ടി ഇരുന്ന് സെറ്റിലായി. പിന്നെ നമ്മൾക്ക് ഫുഡ് കാര്യങ്ങൾ, അതായത് പ്ലേറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ എൻ്റെ അമ്മ
നല്ല മനസ്സായതുകൊണ്ട് വെള്ളം ഒഴിച്ചു തന്നു എല്ലാവർക്കും. അതിന് ശേഷം ജെമ്മി ബിരിയാണി ഓർഡർ ചെയ്തുകൊണ്ട് നല്ല കസർത്തുകൾ ഗൈസ്. അപ്പോൾ ഞാൻ പൊറോട്ടയും മുട്ടക്കറിയായിരുന്നു, അവരൊക്കെ ബിരിയാണി ഓർഡർ ചെയ്തു. ഞങ്ങളങ്ങനെ ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. പിന്നെ ഞങ്ങൾ അവിടെ ഫ്രണ്ടിൽ വന്നിട്ട് ബസ് സ്റ്റോപ്പിൽ, അതായത് ബസ് ഫ്രണ്ടിൽ ബസ്സുകാരൻ നിൽക്കുന്നു. പെട്ടെന്ന് ബസ് വന്നു, ബസ്സിൽ കയറുകയും ചെയ്തു, ഞങ്ങളുടെ സ്റ്റോപ്പ് എത്തുകയും ചെയ്തു. അത്രയും മിന്നൽ വേഗത്തിലായിരുന്നു എല്ലാ കാര്യങ്ങളും, ഷടപടേന്നായിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾ വേഗം ഓട്ടോയിൽ കയറിയപ്പോൾ നല്ല മഴപ്പാറ്റിൽ, അതായത് ചാറ്റിൽ വീഴാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രക്ഷകനായി ഒരു ഓട്ടോ കിട്ടിയപ്പോൾ വേഗം ഞങ്ങൾ അതിൽ നിന്ന് എസ്കേപ്പായി സത്യത്തിൽ പറഞ്ഞാൽ. പിന്നെ ഞങ്ങളുടെ ആ വഴിയിൽ വരുന്ന സമയത്ത് നല്ല രസമുണ്ടായിരുന്നു, പ്രകൃതിനെ അങ്ങനെ ആസ്വദിച്ച് വരുന്ന പാടത്തിൽ പച്ചപ്പെന്ന് പറയും. പിന്നെ ഞങ്ങൾ അങ്ങനെ സ്റ്റോപ്പ് എത്തി, അതായത് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ എത്തി. അപ്പോൾ പൈസയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.